മീഡിയ വൺ ചാനലിൽ അടുപ്പുകൂട്ടി ചർച്ച നടത്തുന്ന ദാവൂദ് സാഹിബിനെയും അദ്ദേഹത്തിൻ്റെ സഹപാചകക്കാരായ നിഷാദ് റാവുത്തരെയും അജിംസിനെയും ഒക്കെ തീരാ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഇസ്രായേലിൻ്റെ ശ്രദ്ധ ഹമാസിൽ നിന്ന് ഹിസ്ബുള്ളയിലേക്ക് തിരിഞ്ഞു. ലെബനോണിലാണ് ഇപ്പോൾ അഗ്നിവർഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഹിസ്ബുള്ളക്കാരുടെ പേജറുകൾ പൊട്ടിത്തെറിച്ചു, പിന്നീട് അവരുടെ വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചു, അത് കഴിഞ്ഞ് സോളാർ പാനലുകൾ പൊട്ടിത്തെറിച്ചു. അത്രയും കഴിഞ്ഞു, ഇനിയൊന്നും പൊട്ടിത്തെറിക്കാനില്ലല്ലോ, ഇനി ഈ നാട്ടിൽ ചക്കക്കുരു പോലും ഇല്ല പൊട്ടാൻ എന്ന് കരുതി സമാധാനിക്കുമ്പോഴാണ് ഇസ്രായേലിൻ്റെ ബോംബർ വിമാനങ്ങൾ ബെയ്റൂട്ടിലും ഹിസ്ബുള്ളയുടെ താവളങ്ങളിലും നിരത്തി ബോംബിടുകയും മിസൈലുകൾ വർഷിക്കുകയും ഷെല്ലുകൾ വർഷിക്കുകയൊക്കെ ചെയ്ത് വളരെയധികം ആളുകൾ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരെല്ലാവരും ഹിസ്ബുള്ളക്കാരല്ല, വെറും സാധാരണക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധന്മാരുണ്ട്. ഹിസ്ബുള്ളയുമായിട്ട് ആശയപരമായിട്ട് വിയോജിപ്പുള്ള ആളുകൾ വരെയുണ്ട്. ഇസ്രായേലിന് അങ്ങനെയൊന്നും പ്രശ്നമില്ല, ആരെയും കൊല്ലാൻ ലൈസൻസ് ഉള്ള രാജ്യമാണ്. കാര്യം ഐക്യരാഷ്ട്രസഭ മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഹിസ്ബുള്ളക്കെതിരായ ആക്രമണം നിർത്തണം എന്ന് ഇസ്രായേലിനെ ഗുണദോഷിച്ചു. ഇന്ത്യ ഗവൺമെൻറ് അതിൻ്റെ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നു. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അതിനോട് യോജിച്ചില്ല. ഇതൊക്കെ കഴിഞ്ഞാലും പ്രമേയം പാസ്സായി. പക്ഷേ ഈ പ്രമേയമല്ല, ഇതിനേക്കാൾ വലിയ പ്രമേയം പാസ്സാക്കി കിട്ടും. യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്തൊരു രാജ്യമുണ്ടെങ്കിൽ അത് ഇസ്രായേലാണ്. അവരെ സംബന്ധിച്ചുള്ള അങ്ങനെ ഹിസ്ബുള്ള, ഹമാസ്, PLO എന്ന് യാതൊരു വേർതിരിവുമില്ല. അവർക്ക് മുമ്പിൽ വരുന്ന ആരാണെങ്കിലും അവനെ തട്ടിക്കളയും കട്ടായം എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം. അത് വെറും മുദ്രാവാക്യമല്ല, അവരുടെ പ്രവൃത്തി കൊണ്ട് തെളിയിച്ച ഒരു പ്രമാണവാക്യമാണ്. അപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് അറിയാം നേരത്തെ തന്നെ നമ്മുടെ കാര്യം പോക്കാണ്. എന്നിട്ടാണ് വെറുതെ ഇസ്രായേലിനെ ചൊറിയാൻ പിടിച്ചത്. അതിൻ്റെ കമാൻഡർമാർ ഓരോരുത്തരായിട്ട് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഭടന്മാരുടെ കാര്യം പറയേണ്ടതില്ല. മാത്രവുമല്ല, ഹമാസിനെ പപ്പടമാക്കിയ ഇസ്രായേലിന് ഹിസ്ബുള്ള ഒന്നുമല്ല, ഒരു കൊതുകിനെ വകവരുത്തുന്ന ലാഘവത്തോടുകൂടി അവരെ കൈകാര്യം ചെയ്യുകയാണ്. മാത്രമല്ല, ലെബനോൺ ഒരു വിധത്തിലും ഇവരോട് പിടിച്ചേക്കാൻ പറ്റിയ ഒരു സൈനിക ശക്തിയുമല്ല, സാമ്പത്തിക ശക്തിയുമല്ല, ഒന്നുമല്ല. ആ രാജ്യം സമീപകാലം വരെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം പോലും ആയിരുന്നില്ല. 1918 ഒന്നാം ലോക യുദ്ധം തീർന്നപ്പോൾ ഫ്രാൻസിൻ്റെ മാൻഡേറ്റായിരുന്നു ലെബനോൺ. ലെബനോൻ്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് വളരെ പരിഷ്കൃതമായൊരു സ്ഥലമായിരുന്നു. അവിടെ ക്രിസ്ത്യനായിരുന്നു ഭൂരിപക്ഷം. ക്രിസ്ത്യാനികളും ഷിയാക്കളും സുന്നികളും ഡ്രൂസുകളും ഒക്കെ വളരെ സ്നേഹമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന രാജ്യമാണ്. തൊട്ടടുത്ത് ഈ പലസ്തീൻ രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അവിടെ ഇസ്രായേലിൽ നിലവിൽ വരികയും ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊള്ളുകയും ചെയ്തപ്പോൾ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്ന ഒരു ജനതയാണ് ലെബനോൺകാർ. ലെബനോണിൽ നിന്ന് പിൽക്കാലത്ത് ക്രിസ്ത്യാനികൾ അധികം പേരും സ്ഥലം വിറ്റ് വിദേശ രാജ്യങ്ങളിൽ കുടിയേറി, പ്രത്യേകിച്ച് ക്രൈസ്തവർ. മുസ്ലിങ്ങൾ കുറേ പേർ അവിടെ തുടർന്നു. പിന്നെയാണ് ഈ ഇറാൻ്റെ പിന്തുണയുള്ള ഈ ഗുണ്ടാസംഘം, വെറും ഗുണ്ടാസംഘമാണ്, നമ്മുടെ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സംഘടനയാണ് ഹിസ്ബുള്ള. അവർ വെറും ചങ്കൂറ്റത്തിൻ്റെ ബലത്തിൽ, കൈത്തണ്ടയുടെ ശക്തി കൊണ്ട് അവിടെ ഏതാണ്ട് അവരുടെ ചില ശക്തി കേന്ദ്രങ്ങളുണ്ടാക്കി ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ലാത്തിരി പൂത്തിരി കമ്പിത്തിരിയൊക്കെ കത്തിച്ച് സന്തോഷിക്കുകയും ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് അവർ ടെല്ലവീവിലേക്ക് ചില റോക്കറ്റുകളൊക്കെ വിടും. റോക്കറ്റുകൾ വിടും എന്നുള്ളതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അത് അന്തരീക്ഷത്തിൽ പോയി പൊട്ടിത്തീരുകയും ചെയ്യും. എന്നിട്ട് അതിഭയങ്കരമായ ആക്രമണം ഹിസ്ബുള്ള അടിച്ചു, ഹിസ്ബുള്ളയുടെ തിരിച്ചടി എന്നൊക്കെ നമ്മുടെ നാട്ടിലെ ചില പത്രങ്ങളിൽ വരും. അതുകൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് പറയത്തക്ക സൈനിക ശക്തിയൊന്നുമില്ല. എന്നാലും വെറുതെ ചൊറിയാം, മാന്തുക, തട്ടുപിടിക്കുക, ഇങ്ങനെ ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങയല്ല വരിക്കച്ചങ്ങ വാങ്ങുന്ന പരിപാടിയാണ് ഹിസ്ബുള്ളക്കാർ പണ്ടേ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഹമാസിനൊരു വഴിക്കാക്കി എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ എന്നാൽ ഹിസ്ബുള്ളയുടെ പണി തീർക്കാം എന്ന് ഇസ്രായേൽ വിചാരിച്ചിരിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ ഹൂതികളുടെ നേരെ തിരിയും. അവരൊന്നും പോയ വഴിക്ക് പിന്നെ പുല്ല് പോലും കാണുകയില്ല. ഇസ്രായേൽ എന്താണെന്നും അവരുടെ ചാരസംഘടനയായ മൊസാദ് എന്താണെന്നും ഒക്കെ നമുക്കറിയാമെങ്കിലും ഹിസ്ബുള്ളക്കാർക്കും അവർക്ക് പിന്തുണ നൽകുന്നത് ഇറാനും അറിയില്ല. അതുകൊണ്ടാണ് ഇറാൻ്റെ പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന വിമാനം പെട്ടെന്ന് തകർന്നു വീണ് അദ്ദേഹം മയ്യത്തായത്. ഈ പുതിയ പ്രസിഡൻറ്റിൻ്റെ അരിയിട്ട് വാഴ്ചയ്ക്കിൽ പങ്കെടുക്കാൻ വന്ന ഹമാസിൻ്റെ പരമോന്നത നേതാവ് അട്ടിമറിയിൽ കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.
ഇസ്രായേലിനോട് നേർക്കുനിന്ന് നേർക്കാൻ തൻ്റെ ഇടമുള്ള ഒരാളും ഇന്ന് ഈ ഭൂലോകത്തില്ല. മാത്രമല്ല അമേരിക്കയുടെ അപരിമിതമായ സാമ്പത്തിക പിന്തുണയുമുണ്ട്. ഇവർ തന്നെ വികസിപ്പിച്ചെടുത്ത മാരകമായ ആയുധങ്ങളുണ്ട്. മറ്റുള്ളവർ ആയുധം കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്, ഇസ്രായേലുകാർ ബുദ്ധി കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ തോക്കല്ല, കാഞ്ചി വലിക്കുന്ന വിരലാണ് പ്രധാനം. അത് വേറെ ആർക്കറിയില്ലെങ്കിലും യഹൂദന്മാർക്ക് നന്നായിട്ടറിയാം. മാത്രമല്ല അവരുടെ ദൈവമായി യഹോവ അരുളി ചെയ്തിട്ടുള്ളത് ഈ ശത്രുക്കളോട് യാതൊരു ദയം കാണിക്കരുത്, ഒരു കരുണയും കാണിക്കരുത് എന്നാണ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ളതാണ് അവരുടെ പ്രമാണവാക്യം. അപ്പോൾ അതുകൊണ്ട് ഈ കൂട്ടക്കൊല അവിടെ തുടരുകയാണ്. ഇനിയും ഇത് തന്നെ തുടരും. പിന്നെ ഇവിടെ ഈ മീഡിയ വൺ ചാനലിൽ ചർച്ച നടന്ന ആൾക്കാർക്ക് പ്രശ്നമില്ല. അവർ കോഴിക്കോട്ടാണ് ഇരിക്കുന്നത്. കോഴിക്കോട്ടേക്ക് ഏതായാലും ആ ഇസ്രായേൽ ഉടനെ തന്നെ ആക്രമണം നടത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് വെള്ളിമാട് കുന്നിലാക്കാക്കിയായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ ഭാഗ്യവശാൽ അവരുടെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഹൂതികളെ കൈകാര്യം ചെയ്തതിന് ശേഷം ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഏതായാലും ഇവർക്ക് തടിക്ക് കേടൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ദാവൂദ് സാഹിബിന് ഇനിയും ഇതുപോലെ വലിയ വലിയ വീരവാദമൊക്കെ പറയാം. ഇസ്രായേൽ യുദ്ധം തോറ്റു കഴിഞ്ഞു, ഹിസ്ബുള്ളയുടെ ശക്തി എന്താണെന്ന് നിങ്ങൾക്കറിയില്ല, ഹൂതികളുടെ പോരാട്ട വീര്യം എന്ന് വെച്ചാൽ അതിഭയങ്കരമാണ്, ഹമാസിനെ തോൽപ്പിക്കാൻ ലോകത്ത് ആരുമില്ല, ഒരു സൈനിക ശക്തിക്കും കഴിയില്ല എന്ന് ദാവൂദിനും പറയാം. പിന്നെ ദാവൂദിൻ്റെ ചാനലിൽ ചർച്ചയ്ക്ക് പോകുന്ന പ്രൊഫസർ വിൻസെൻറ്റിനും പറയാം. പക്ഷേ യാഥാർത്ഥ്യം ഇതിൽ നിന്ന് വളരെ ദൂരെയാണ്. പിന്നെ ഷിഹാബ് പൂക്കോട്ടൂരിനെ പോലെയുള്ള ധീര യോദ്ധാക്കൾക്ക് പ്രസംഗിക്കാം ഇത് ഹിസ്ബുള്ളയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്, അല്ലെങ്കിൽ ഹമാസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ്, ഇതിനൊക്കെ വലിയ പ്രതിഫലം കിട്ടും, ഇവിടെ കിട്ടിയില്ലെങ്കിൽ പരലോകത്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കാമെന്നല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. ഈ യഹൂദൻ്റെ കൈയും അറബിയുടെ പുറവും തമ്മിലാണ് ഇപ്പോൾ കളി നടക്കുന്നത്. ഇതാണ് സത്യം. ഇത് മനസ്സിലാക്കാതെ ഇവിടെ ഇരുന്ന് വെറുതെ ആവേശം കൊള്ളും, ചോര തിളപ്പിച്ച് ആവിയാക്കുകയും ചെയ്യുന്ന ആളുകളോട് സഹതപിക്കാൻ പോലും നിവൃത്തിയില്ല. അവർ സഹതാപം പോലും അർഹിക്കുന്നില്ല. അത്ര കഷ്ടമാണ് അവരുടെ കാര്യം. പക്ഷേ ഇത്തവണ ബുദ്ധിയായിട്ട് ഈ രംഗത്ത് നിന്ന് മാറിയിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അത് നമ്മുടെ ഇടതുപക്ഷക്കാരാണ്, പ്രത്യേകിച്ച് CPM-കാരും DYFI-കാരുമാണ്. ഇവിടെ ADGP അജിത് കുമാറിനെതിരായിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരായിട്ടും ആത്യന്തികമായിട്ട് സഖാവ് പിണറായി വിജയനും എതിരായിട്ടും നടക്കുന്ന ഒരു ധർമ്മയുദ്ധമുണ്ട്. അതിൻ്റെ ഒരു കോരിത്തരിപ്പിൽ നിന്ന് അവർക്ക് മോചിതരാവാൻ പറ്റിയിട്ടില്ല. മാത്രവുമല്ല, ഹമാസിന് അനുകൂലമായിട്ട് നാട്ടിലെമ്പാട് റാലി നടത്തേണ്ട ഒരു തിക്തഫലമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന കാര്യം CPM-ൻ്റെ പ്രമുഖ നേതാക്കന്മാർ പലർക്കും ഇപ്പം അറിയാം. അതുകൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് യാതൊരു പിന്തുണ കൊടുക്കേണ്ട എന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും പോളിറ്റ് ബ്യൂറോയും തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, യെച്ചൂരി സഖാവ് മരിച്ചതിൻ്റെ ദുഃഖാചരണം തീർന്നിട്ടില്ല. പുതിയ ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുത്തതിന് ശേഷമേ ഈ ഹിസ്ബുള്ള വിഷയത്തിൽ പാർട്ടിയുടെ നയം തീരുമാനിക്കൂ. അപ്പോൾ അതുവരെ കാത്തിരിക്കാം. ഏതായാലും ഹമാസിന് വേണ്ടി എന്ന പോലെ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ഒറ്റ സഖാവും പെരുവഴിയിലിറങ്ങും, സമരം ചെയ്യും, കൊടി പിടിക്കും. അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിക്കെങ്കിലും തള്ളും എന്നാരും വിചാരിക്കേണ്ട. പാർട്ടിക്കാർക്ക് ബുദ്ധി ഉദിച്ചു കഴിഞ്ഞു. വോട്ടാണ് പ്രധാനം. ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ അവിടെ തന്നെ ഉണ്ടാകും. 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ആലോചിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.